യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. ഞാനിപ്പം കുറച്ചായിട്ട് ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ ഫേസിൽ നിന്ന്. രണ്ട് പ്രോഡക്ട്സ് ഞാൻ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണം റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെയെന്ന് പറയുകയാണെങ്കിൽ ഐ എം സോറി, ഞാനിപ്പോൾ വീട്ടിലാണ്, അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്, റൈസ് വാട്ടർ നിയാസിനമൈഡ് ടോണർ. ഇത് ഞാൻ കാണിച്ചു തരാം ശരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് നമ്മളൊന്ന് ഡാബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്നാൽ സുഖമാക്കുക നമ്മുടെ ഫേസ്. ഗൈസ്, ഇത് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് അത് വേറൊന്നുമല്ല, ഈ പ്ലമ്മിൻ്റെ ആൽഫ ആർബുട്ടിൻ ആൻഡ് ഹൈറലോണിക് ആസിഡ് ഫേസ് സിറം. ഇത് മെയിനായിട്ട് നമ്മുടെ ഫേസിലെ ടാൻ, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മെയിൻലി ടു കൺട്രോൾ ദി മെലാനിൻ പ്രൊഡക്ഷൻ, പിന്നെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൽഫ ആൽബുട്ടിൻ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടില്ലേ, ഇതിപ്പം ആക്ച്വലി ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇതിപ്പോൾ ക്യാമറയുടെ എഫക്റ്റും അതേപോലെ തന്നെ ലൈറ്റിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ടാണ് മേ ബി എൻ്റെ ഒരു ഷെയ്ഡ് 1 times അല്ലെങ്കിൽ 1 or 2 times കൂടിയിട്ടായിരിക്കും കാണിക്കുന്നത്. ശരിക്കും എനിക്കിത് ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ അറൗണ്ട് മൈ മൗത്ത് കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സെറം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ആകുന്ന ഒരു സെറമാണ്, മറ്റേത് ഓരോന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഹൈറലോണിക് ആസിഡ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് വേറൊന്നുമല്ല, ഈ ഒരു ആൽഫ ആൽബുട്ടിൻ ഞാൻ ആഡ് ചെയ്തത് കൊണ്ടാണ്. ഹൈറലോണിക് ആസിഡ് ഞാൻ ഒരിക്കലും സ്കിപ്പൊന്നും ചെയ്ത് കളയത്തില്ല, ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു സ്കിൻ പ്രോബ്ലം ഒന്ന് ട്രീറ്റ് ചെയ്തൊന്ന് കൺട്രോൾ ആകുന്നത് വരെ ഞാനിനി ആൽഫ ആൽബുട്ടിൻ തന്നെ ആയിരിക്കും യൂസ് ആക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലെയർ ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. പിന്നെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ലെയറിങ് മേ ബി ലൈക്ക് എൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് മാറും കേട്ടോ. ആൽഫ ആൽബുട്ടിൻ ഞാൻ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ റെക്ടനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ആൽഫ ആൽബുട്ടിൻ ഞാൻ യൂസ് ആക്കലില്ല. ഇപ്പോൾ എൻ്റെ ഒരു കറണ്ട് സ്കിൻ കെയർ റൂട്ടീനാണിത്. ഞാനിപ്പോൾ റെക്ടനോൾസ് ഒന്നും യൂസ് ആക്കുന്നില്ല. ആൻഡ് ഇപ്പം മോർണിംഗ് ചിലപ്പം ഞാൻ നിയാസിനമൈഡ് ആയിരിക്കും മേ ബി അല്ല, നിയാസിനമൈഡാണ് യൂസ് ആക്കല് ഈ വൈറ്റമിൻ സിക്ക് പകരം. ഓക്കെ, ഇപ്പം വൈറ്റമിൻ സി ഒന്ന് അബ്സോർബ് ആവട്ടെ ഫേസിൽ. വൈറ്റമിൻ സി അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നമുക്കിത് ലോക്കാക്കാം. അബ്സോർബ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ തന്നെ സാഫ്രോൺ ആൻഡ് കുങ്കുമാദി ഓയിൽ ഗ്ലോ ബ്രൈറ്റ് മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ആക്കാം. സോ ഇത് നമുക്ക് ഫേസ് ചെയ്ത് മെയിനായിട്ട് നമ്മുടെ ഗ്ലോ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസറാണിത്. ഇത് ഞാൻ ശരിക്കും മോർണിംഗ് ആണ് കേട്ടോ യൂസ് ആക്കൽ. നൈറ്റ് ഞാൻ വേറൊരു ക്രീമാണ് യൂസ് ആക്കൽ. മോർണിംഗ് ഞാൻ ഇതാണ് യൂസ് ആക്കൽ. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ കോജിക് ആസിഡ് ഫിനിഷ് ചെയ്ത് ഞാനതപ്പം എനിക്കൊരെണ്ണം വാങ്ങണം. ബിക്കോസ് കോജിക് ആസിഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ അവർ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സിനൊക്കെ ഇറ്റ്സ് ടു ഗുഡ്. അപ്പം കോജിക് ആസിഡ് എൻ്റെ തീർന്നു പോയി. സാധാരണ ഞാൻ കോജിക് ആസിഡ് ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു യൂസ് കോജിക് ആസിഡ് പിന്നെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എൻ്റെ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഞാനത് യൂസ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്തായിരിക്കും, സൺസ്ക്രീൻ ആയിരിക്കും. ഞാൻ സൺസ്ക്രീൻ യൂസ് ആക്കുന്നുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ആക്കലുണ്ട്. ബിക്കോസ് വേറൊന്നുമല്ല, ഓൾറെഡി സ്കിന്നിന് നല്ല പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് ഇതിപ്പം ഞാൻ ഇപ്പോൾ കുറച്ചേ ഞാൻ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് വേറെ നല്ല വീട്ടിലാണ്. SPF 30യുടെ ആവശ്യമേ ഉള്ളൂ, ഇത് SPF 50യുടെ ആണ്. സോ ഐ തോട്ട് ടു യൂസ് വെരി ലിറ്റിൽ ബിറ്റ് എമൗണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ന്യൂട്രിജിനയുടെ സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു 3 finger റൂൾ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് വരും. സോ 2 finger റൂൾ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ.
പിന്നെ SPF 30 ആണെങ്കിൽ 3 ഫിംഗർ തന്നെ വെച്ച് ചെയ്തു. ഇതാണ് ഇന്നെൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ, എൻ്റെ അപ്ഡേറ്റഡ് സ്കിൻ കെയർ റൊട്ടീൻ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ആഡ് ചെയ്തിട്ടുള്ളത് ദിസ് വൺ ആൽഫ ആൽബുട്ടിൻ ആൻഡ് ഈ ഒരു ടോണറാണ്. ടോണർ ഞാൻ അല്ലാതെ യൂസ് ചെയ്യും. ഇത് 2 എക്സ്ട്രാ ആഡ് ചെയ്തു. ഹൈറോണിക് ആസിഡും അതേപോലെ തന്നെ സ്നെയിൽ മ്യൂസിനും അവോയ്ഡ് ചെയ്തു. ആൻഡ് ഓൾസോ മോയ്സ്ചറൈസറായിട്ട് ഇതും ആഡ് ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ അപ്ഡേറ്റ്സ് പറയുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.